ഹലോ ഫ്രണ്ട്സ്, കാതോട് കാതോടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അർജുനും മീനുവും കൂടെ റീൽസ് എടുക്കാം എന്നൊക്കെ പറഞ്ഞ് അമ്മയെ കാണിക്കാൻ വേണ്ടി ഫോൺ എടുത്ത് കയ്യിലടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയും ഡാൻസ് കളിക്കുകയും പാട്ടിടുകയും ഒക്കെ ചെയ്യുകയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് സഹിക്കാനാവണില്ല കേട്ടോ പ്രഭാവതിക്ക്. അവസാനം പ്രഭാവതി സഹിക്കാൻ വയ്യാണ്ട് അടുത്ത് വരികയാണ് ദേഷ്യത്തോടെ. എന്താ ഇവിടെ കാണിക്കുന്നത്? രണ്ടും കൂടെ കണ്ട കളി കണ്ടെത്തുന്നു. ആദ്യമായിട്ടാണ് ലോകത്ത് ഭാര്യ ഭർത്താക്കന്മാരായതെന്നും നിങ്ങൾ എല്ലാവരും എല്ലാ ഭാര്യ ഭർത്താക്കന്മാരും ചെയ്യുന്നതൊക്കെ തന്നെ നിങ്ങളും ചെയ്തിട്ടുള്ളൂ, പിന്നെ ഇത്രയും കാണിക്കാൻ എന്താ ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവരെ കളിയാക്കട്ടോ. ഞാനും 4 പ്രസവിച്ചതാ, ഞാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എന്ന് പറഞ്ഞ് പലതവണ തുപ്പ് കേട്ടോ. അവസാനം അർജുൻ ചോദിക്കുന്നുണ്ട്, എന്താ അമ്മയ്ക്ക് തുപ്പലിൻ്റെ വല്ല അസുഖം ഉണ്ടോ എന്ന് ചോദിക്കട്ടോ. അതേടാ ഉണ്ടടാ എന്നും പറഞ്ഞിട്ട് പ്രഭ ചാടിത്തുള്ളി പോവട്ടോ. അപ്പോൾ മീനി ചോദിക്കുന്നുണ്ട്, റീൽസ് എടുക്കാനുള്ളതൊക്കെ റെക്കോർഡ് ചെയ്തു? അത് ഞാൻ ചുമ്മാ അമ്മയെ കാണിക്കാൻ വേണ്ടി ചെയ്തതാന്ന് പറയട്ടോ. പിന്നെ കാണിക്കുന്നത് സ്കൂളിലാണ്. സ്കൂളിൽ മാഷ് ടീച്ചർ മീനു എത്തിയിട്ടില്ല. അതിനുവേണ്ടി തന്നെ അവിടെ ചർച്ചാ വിഷയം തുടങ്ങിയിട്ടുണ്ട്. വർണിക ടീച്ചർ പറയുന്നുണ്ട് മീനു ടീച്ചറിനെ കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമാണ്, എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. മീനു ടീച്ചർ പറയുന്നത് പോലെ കുട്ടികൾ അനുസരിക്കുകയും ചെയ്യുന്നുണ്ടെന്ന്. ഉടനെ തന്നെ സത്യം മാഷിനെ പിടിക്കുന്നില്ല കേട്ടോ. അയാൾ അവിടെ ഇരുന്നിട്ട് പറയട്ടോ, അവളത്ര നല്ല സ്വഭാവക്കാരിയൊന്നും അല്ല. ആദ്യം എന്ന് പറയുന്ന ഒരുത്തനുമായിട്ട് സ്നേഹമായിരുന്ന കഥയൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ. നാട്ടിൽ മോശം അഭിപ്രായമാണ് അവളെക്കുറിച്ച്. ഈ അർജുൻ എന്ന് പറയുന്നവനെ നേരത്തെ അവനോടൊരു കണ്ണുണ്ടായിരുന്നു. എന്നിട്ട് മൂത്തവനെ സ്നേഹിക്കുകയും ചെയ്തിട്ട് അവൾ എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി എന്ന് വരെ പ്രാർത്ഥിച്ചിട്ടുണ്ട് അവൾ. അങ്ങനെയുള്ളവളാണ്. എന്നിട്ടാണ് മരിച്ചിട്ട് ആത്മാർത്ഥ സ്നേഹം പോലും ഇല്ലാതെ തൊട്ടടുത്ത് തന്നെ ഇളയവനെ കല്യാണം കഴിച്ചത്. കെട്ടിയിട്ട് ഇപ്പോൾ 1 വർഷമായി. എന്നിട്ട് അവർ തമ്മിൽ വല്ല പ്രഗ്നൻറ്റോ കുട്ടികളോ എന്തെങ്കിലും അവർക്ക് ഉണ്ടായിട്ടുണ്ടോ? അതും ഇല്ല. ഇപ്പം തന്നെ മനസ്സിലായില്ലേ അവനും അവൾക്ക് മതിയായെന്ന്. ഇപ്പോൾ അവൾ പുതിയ ആരെങ്കിലും ചെറുപ്പക്കാരുടെയൊക്കെ തേടി നടക്കുന്നതെന്നാണ് ഞാനറിയണേ. നാട്ടിൽ പോയി അന്വേഷിച്ച് നോക്കുക, അപ്പോഴറിയാം എന്നിങ്ങനെ സത്യം മാഷ് പറയട്ടോ. അപ്പോൾ അവനിക ടീച്ചറിന് ദേഷ്യം വരും. മാഷെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇവിടെ പറഞ്ഞ് പരത്തേര് കേട്ടോ. ഇനി പിള്ളേർ വല്ലത് ഈ കഥകൾ അറിയണം, ഇത് പാടിക്കൊണ്ട് നടക്കണം, ടീച്ചറിനെ മോശക്കാരിയാക്കണം, ഇതൊക്കെയല്ലേ നിങ്ങൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയട്ടോ. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് ടീച്ചർ ഇറങ്ങി അങ്ങ് പോവാണ്. അപ്പോൾ അപ്പോഴത്തേക്കിനും മീനു വരികയാണ്. ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, മീനു ടീച്ചറെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ പറഞ്ഞോ? അല്ല ഈ സത്യൻ മാഷിനെ നേരത്തെ അറിയോ? ഇല്ല. എന്താ കാര്യം? അയാൾക്ക് എന്തോ ടീച്ചറിനോട് വിരോധമുള്ളത് കണക്കാണല്ലോ, എപ്പോഴും ഇങ്ങനെ സംസാരിക്കണേന്ന് പറയുമ്പോൾ മീനു ടീച്ചർ പറയുന്നുണ്ടോ, അതെ എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇയാൾ എന്തിനാ എന്നെ ഇങ്ങനെ മാത്രം ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ പറയുന്നത്? എന്തോ ശത്രുത ഉള്ളതുപോലെയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അത് മാത്രമല്ല ടീച്ചർ, ഇന്നിപ്പോൾ ഇവിടെ ഒരു സംഭാഷണം നടന്നിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ആദ്യം എന്ന് പറയുന്ന ഒരാളുമായിട്ട് ടീച്ചർ ഭയങ്കര സ്നേഹത്തിലായിരുന്നു എന്നും, പിന്നെ ആദ്യം മരിക്കാൻ ടീച്ചർ പ്രാർത്ഥിച്ചു എന്നും, പോരാഞ്ഞിട്ട് ഇളയ ആളിനെ കല്യാണം കഴിച്ചു എന്നൊക്കെ ഇവിടെ അയാൾ പറഞ്ഞ് പരത്തുക. എത്ര പറഞ്ഞിട്ടോ അയാളത് കേൾക്കുന്നില്ല കേട്ടോ. നീ ഒരു മോശം സ്ത്രീയാണെന്ന് പോലും പറയുകയാണ്. എന്നിട്ട് ഈ കുട്ടികളൊക്കെ വല്ലതും അറിഞ്ഞു കഴിഞ്ഞാലേ എല്ലാവരും കൂടെ പാടിക്കൊണ്ടൊക്കെ നടക്കൂലേ, അതുകൊണ്ട് ഇത് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ ടീച്ചർ പറയട്ടെ. അപ്പം മീന് പറയുകയാണ്, ഇത് ഇയാൾ ഇങ്ങനെ വെറുതെ വിട്ടാൽ പറ്റത്തില്ലോ, എന്തിനാ ഇതിന് അവാദം പറഞ്ഞ് പരത്തുന്നേ? അപ്പോൾ ടീച്ചറെ ഇതൊന്ന് ചോദിക്കണം, ഇന്ന് തന്നെ ഇയാളുടെ ഈ ഒരു സംസാരം അവസാനിപ്പിക്കണം. അപ്പോൾ പറയൂ ടീച്ചറെ, വേണ്ട ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട, ഞാൻ വരുന്നില്ല. ഇല്ല ടീച്ചറെ മിണ്ടാതിരിക്കരുത്, വാ ഞാൻ പറയാം എന്നും പറഞ്ഞ് നേരെ അകത്ത് ചെല്ലാനുണ്ട്. എന്നിട്ട് അയാളോട് ചോദിക്കുന്നുണ്ട്, എക്സ്ക്യൂസ് മീ, നിങ്ങൾക്ക് എന്താ അറിയണ്ടേ? ഞാനില്ലാത്ത നേരം നോക്കി എന്നെക്കുറിച്ച് എന്തിനാണ് ഇവിടെ അപവാദം പറഞ്ഞ് പറ്റുക? ഞാൻ നിങ്ങളോട് എന്തെങ്കിലും ദ്രോഹം ചെയ്തിരുന്നോ? പിന്നെ എൻ്റെ കാര്യം ഞാൻ തന്നെ പറയാം. ശരിയാണ്, നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ഒരാളെ സ്നേഹിച്ചിരുന്നു. പക്ഷേ കല്യാണ തലേ ദിവസം അദ്ദേഹം ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു എന്നും പറഞ്ഞ് അനിയനെ കല്യാണം കഴിക്കാൻ വേണ്ടി കാത്തിരുന്നവളല്ല ഞാൻ. പക്ഷേ വിധി അങ്ങനെയാണ് നടന്നു പോയി. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ വിധിയായിട്ട് തന്നെ കാണണം, അല്ലാതെ ഞാൻ ആഗ്രഹിച്ചിട്ട് പോലും ഇല്ല അങ്ങനെ ഒരു കല്യാണം കഴിക്കണമെന്ന്. പിന്നെ പ്രണയിച്ച ആൾ മരിച്ചു പോയി എന്നും പറഞ്ഞ് പുതിയൊരാളെ വിവാഹം കഴിച്ചത് ഇത്ര വലിയ തെറ്റാണോ മാഷേ എന്നിങ്ങനെ മീന് ചോദിക്കട്ടോ. എല്ലാവരും മിണ്ടാതിരിക്കുകയാണ്, ആരും ഒറ്റ അക്ഷരം മിണ്ടുന്നില്ല. പിന്നെ കുട്ടികളുടെ മുന്നിൽ എന്നെ നാണം കെടുത്തണം, അതാണ് നിങ്ങളുടെ ഉദ്ദേശം. ഇനി മേലിൽ ഇത് വല്ലതും ആവർത്തിച്ചാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം നിങ്ങൾ അറിയും. ഇത് പലതവണ ഞാൻ നിങ്ങൾക്ക് താക്കീത് തന്നിട്ടുണ്ട് എന്നിങ്ങനെ മീനു നല്ലപോലെ കൊടുക്കുക കേട്ടോ. ആകെ പഠിച്ച് അമ്മി നാറിയിരിക്കുകയാണ്, തിരിച്ചൊന്നും പറയാൻ വയ്യാതെ. അപ്പോഴത്തേന് മീനും ഇറങ്ങി അങ്ങ് പോവാണല്ലോ. ആ സമയത്താണ് ഉച്ച സമയമാകുമ്പോഴത്തേക്കും അർജുന് വന്ന് വിളിക്കുന്നുണ്ട്, മീനു പുറത്തേക്ക് ഇറങ്ങി വാ, ഞാൻ വന്നിട്ടുണ്ട്. അതിന് സമയമായില്ലല്ലോ, വൈകിട്ടല്ലേ പോവേണ്ടതെന്ന് പറയട്ടോ. അതല്ല നീ ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞ് വിളിക്കട്ടോ. നോക്കുമ്പോൾ അർജുനാണെങ്കിൽ ഫുഡ് കൊണ്ടുവന്നിരിക്കണം. അപ്പോൾ അർജുൻ പറയാനുണ്ട്, രാവിലെ നീ ഒന്നും കഴിക്കാതെ പോയത് സമയമായി എന്ന് പറഞ്ഞു. ഉച്ചയ്ക്ക് നീ കഴിക്കില്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവന്നത്. അതിനിവിടെ ഹോട്ടലുണ്ടല്ലോ, ഞാൻ കഴിക്കുമായിരുന്നല്ലോ, എന്തിനാ ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് വന്നേ? അത് സാരമില്ല, നീ കഴിക്കില്ല എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവന്നതെന്ന് പറയട്ടോ. അങ്ങനെ
ആ ഫുഡ് വാങ്ങിയിട്ട് മീനു തിരിച്ച് അകത്തേക്ക് പോകുമ്പോഴത്തേക്കിനും അവർണിക ടീച്ചർ കാണുക കേട്ടോ അർജുന്. എന്നിട്ട് പെട്ടെന്ന് അർജുനെ വിളിച്ച് നിർത്തിയിട്ട് പറയുന്നുണ്ട്, അർജുൻ എന്താ ടീച്ചറെ, അർജുൻ ഇവിടെ നടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അറിയുന്നുണ്ടോ? എന്തുവാ ടീച്ചറെ കാര്യം? ഇവിടെ ആകെപ്പാട് മീനുവിനെ മാത്രം ടാർഗറ്റ് ചെയ്തൊരു സാറ് ഭയങ്കര ശല്യം, പുറകെ നടന്ന് ഭയങ്കര ശല്യമാണ്, മാനസികമായിട്ട് ആ കുട്ടീനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ അർജുൻ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ്. എന്താ ടീച്ചറെ കാര്യം എന്ന് പറയുമ്പോൾ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള കാര്യങ്ങളും ആ വർണ്ണിക ടീച്ചർ എല്ലാം അർജുനെ പറഞ്ഞ് മനസ്സിലാക്കുക കേട്ടോ. എന്നിട്ട് പറയണം മീനു ടീച്ചർ പക്ഷേ മിടിക്കുക കേട്ടോ. ആദ്യമായിട്ട് ഒരാൾ അയാൾക്ക് എതിരായിട്ട് സംസാരിക്കുന്നത്. ഇത്രയും ധൈര്യശാലിയായിട്ട് ടീച്ചർ എല്ലാം മറുപടി പറഞ്ഞല്ലോ. എന്തായാലും അവനതിൻ്റെ ശത്രുതയും ദേഷ്യവും മനസ്സിലുണ്ടാവും. അതുകൊണ്ട് നിങ്ങളൊന്ന് സൂക്ഷിക്കണം എന്നിങ്ങനെ പറയട്ടെ. അപ്പം അർജുനാണെങ്കിൽ അന്തം വിട്ട് നിൽക്കണം. എന്നിട്ട് ചോദിക്കണം, ഈ ടീച്ചർ എന്താ അയാളുടെ പേര്? അത് സത്യൻ മാഷ് എന്ന പേര്. ശരിയെന്ന് പറഞ്ഞ് ടീച്ചർ പോവാട്ടോ. മീനു വളരെ സന്തോഷത്തോടുകൂടി ആ ഫുഡെല്ലാം എടുത്ത് കഴിക്കുകയാണ്. എന്തായാലും അർജുൻ കൊണ്ടുവന്നതല്ലേ. വീട്ടിലാണെങ്കിൽ കാഞ്ചനയും പ്രഭയും കൂടെ ഭയങ്കര ഗൂഢാലോചനയിലാണ് കേട്ടോ. ഇനി ഇവരെ എങ്ങനെ പുറത്താക്കാം എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അമ്മ പറയാണ്, എടി നമുക്ക് അഞ്ജലിയെ വിളിച്ചാലോ? അഞ്ജലിയോടൊന്നും പറയാൻ പറ്റില്ല അമ്മേ, കാരണം അവൾ ഇവിടെ വന്ന് അവളെ അടിയും കൊണ്ട് പോയതല്ലേ, അവൾ ദേ അതും കണ്ടുകൊണ്ട് മാളത്തിൽ ഒളിച്ചു, ഇനി അതൊന്നും പറയാൻ പറ്റില്ല എന്നിങ്ങനെ പറയും. ഇനിയിപ്പോൾ എന്താ അടി ചെയ്യുക? എന്ത് ചെയ്യാൻ? എനിക്കിനി ഒരു ഐഡിയയും കിട്ടുന്നില്ല അമ്മേ, നമ്മൾ തന്നെ ഇതിന് വേണ്ടി മുൻകൈ എടുക്കണം എന്ന് പറയുമ്പോൾ പ്രഭ പറയണുണ്ട്, ഒരു മുൻകൈ എടുക്കാനും ഇല്ല. ഇനിയിപ്പോൾ 3-4 മാസം കഴിയുമ്പോൾ അവൾ ഗർഭിണിയാണെന്ന് അറിയും. അപ്പോൾ ഒരു ലഡ്ഡു കൊണ്ടുതരും, വാങ്ങി കഴിക്കാം, വേണ്ടെങ്കിൽ വേണ്ടാന്ന് പറയാം. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് കുട്ടി ഉണ്ടായി എന്ന് പറയും. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു ലഡ്ഡു കൊണ്ടുതരും. അപ്പോൾ വീണ്ടും വേണമെങ്കിൽ അത് കഴിക്കാം, ഇല്ലെന്ന് ഷുഗറാണെന്ന് പറഞ്ഞ് വേണമെങ്കിൽ അതിൽ ഒഴിവാക്കാം എന്നൊക്കെ ഇങ്ങനെ പ്രഭാവതി പറഞ്ഞിട്ട് അവിടെ നിന്ന് എണീറ്റ് പോവുക കേട്ടോ. അപ്പോഴാണ് അങ്ങോട്ട് നമ്മുടെ അഖില വരുന്ന കേട്ടോ. അഖില വരുമ്പോൾ കാഞ്ചനെ കാണിക്കാൻ വേണ്ടി പറയണം, ആ ടീച്ചർ ആ മോൾ എങ്ങനെയുണ്ട്, പഠിക്കുന്നുണ്ടോ? ട്യൂഷൻ ക്ലാസ്സിലെ കുട്ടിയുടെ അമ്മയെ വിളിച്ച് സംസാരിക്കുക കേട്ടോ. ഫീസൊക്കെ അയച്ചിട്ടുണ്ട്, അക്കൗണ്ടിൽ വന്നിട്ടുണ്ടെന്നൊക്കെ അഭിമാനത്തോടു കൂടി സംസാരിക്കുകയാണ് കാഞ്ചന കേൾക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കാഞ്ചന പറയടി, നീ എന്നെ നോക്കി ഇങ്ങനെ കാണിക്കണ്ട, നിൻ്റെ ട്യൂഷൻ ക്ലാസ് ഇന്നത്തോടെ ഞാൻ തീർത്ത് തരും, നീ അധികം നെളിയണ്ട എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ കാഞ്ചന അവിടെ ഇരുന്നിട്ട്. എന്നിട്ട് അഖിലയാണെങ്കിലും മുഖത്തൊക്കെ ഓരോ ക്രീമൊക്കെ ഇട്ടിട്ട് ബ്യൂട്ടിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ടേക്കുന്ന പാക്കൊക്കെ ഇട്ട് നിൽക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ ഗൗതം അങ്ങോട്ട് വന്നിട്ട് സ്പ്രേ ഒക്കെ അടിച്ച് നിൽക്കുന്ന കേട്ടോ. ആ സമയത്ത് അഖില അങ്ങോട്ട് വരികയാണ്. അപ്പോൾ അഖിലയാണെങ്കിൽ അഖിലയോട് ചോദിക്കുന്നുണ്ട്, അയ്യോ പെട്ടെന്ന് പേടിച്ചുകൊണ്ടാണ് അഖിലയുടെ മുഖമൊക്കെ കാണുമ്പോഴത്തേക്കും, അയ്യോ അമ്മേ ഇതാരാ, പേടിച്ചു പോയല്ലേ, ഇത് ഞാനാ, പിന്നല്ലാതെ ഇങ്ങനെയൊക്കെ വന്നിരുന്നാൽ പേടിക്കത്തില്ലേ എന്ന് പറയുമ്പോൾ അഖില ഒരു വല്ലാത്ത നാണത്തോടുള്ള ചിരിയോടുകൂടി ഗൗതമിനെ നോക്കുക കേട്ടോ. ഇതൊക്കെ ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്